നല്ല പണിയിലാണല്ലോ. എന്താ പരിപാടി? നമസ്കാരം. ഇപ്പം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അവക്കാഡോ മരത്തിൻ്റെ ശീലങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ മരത്തിന് ന്യൂസിലാൻഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ മരം നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സീഡ് നട്ടിട്ടുണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയില്ല. 7 വർഷം മുമ്പ് നമ്മുടെ അമ്മച്ചി ന്യൂസിലാൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അവക്കാഡോൻ്റെ കുരു കൊണ്ടുവരികയും അത് നട്ടുണ്ടായ ന്യൂസിലാൻഡിൻ്റെ ഒരു അവക്കാഡോ ആണിത്. അപ്പോൾ അന്ന് കൊണ്ട് നട്ട് ഇതുപോലെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് കുറേ നാളിത് വളർത്തി മുകളിലേക്ക് വിട്ടു. പക്ഷേ ഒബിയസ്ലി കുരുകളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ കൊമ്പ് വീട്ടിലേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് കുരുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധനം 2 കമ്പ് വെട്ടിക്കളഞ്ഞാണ്. ഇപ്പോഴും നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഒരു നാൾ. അപ്പോൾ അങ്ങനെ അന്ന് കൊണ്ടുവന്ന് ഇത് ഇത്രയും വലിയ മരമായി കഴിഞ്ഞപ്പോൾ അമ്മച്ചി പിന്നീട് വന്നപ്പോഴും ഇതേപോലെ ഒരു കുരു കൊണ്ടുവന്നു. അത് നട്ടിട്ടും ഇതേപോലെ നമുക്കൊരു ചെറിയൊരു മരം പുറകിലുണ്ടായിട്ടുണ്ട്, അവക്കാഡോൻ്റെ മരം. അതുമേ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ബഡ് ചെയ്ത തൈ അല്ലാത്തതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ കാര്യമില്ല, 2 നടന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 ഉണ്ട്. പിന്നെ കുറച്ച് മാറി ഇവിടെ വേറൊരു വീട്ടിൽ ഒരു മരമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും അവക്കാഡോ ഉണ്ടാകുന്നില്ല. എനിക്കറിയില്ല അതെന്താണെന്ന്. കൃഷിക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു താട്ടെ. നമ്മൾ മരം പൂർണ്ണമായിട്ടും വെട്ടിക്കളഞ്ഞില്ല. 2 ശീലം നമ്മുടെ വീടിനോട് ചേർന്ന് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അപ്പച്ചൻ വെട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തൂപ്പ് വെട്ടി ജാതിയുടെ ചോട്ടിലിടാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഈ മരം ഇത്രയും വലുതായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ വൈഫ് ഹൗസിൽ പോകുമ്പോൾ മണ്ണുത്തി വഴിയാണ് പോകുന്നത്. അപ്പോൾ മണ്ണുത്തിയിൽ നിന്ന് 2 ബഡ് തൈകൾ വാങ്ങിച്ച് കൊണ്ടു വയ്ക്കണം. ചിലപ്പോൾ അത് ഉണ്ടായി അതിൻ്റെ പരാഗണം വഴി അങ്ങനെ ഇതിൻ്റെ അകത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഇതേപോലെ വലിയ മരത്തിൽ അവക്കാഡോ ഒക്കെ ഉണ്ടായി നിൽക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാട്ടിലുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്ത് വിട്ടതാണ്. എന്തായാലും മരം കാച്ച് ഇത്രയും വലുതായി, പക്ഷേ കായ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 2 ശീലം വെട്ടി. ഞാൻ ആ പുറകിൽ നിൽക്കുന്ന മരം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ ഇതാണ് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട്, അതെനിക്ക് തോന്നുന്നു 2020 മറ്റോ ആണ് ഇത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് കൊണ്ടുവന്ന കുരു നട്ടിട്ടുണ്ടായ ഒരു തൈയാണിത്. ഇതുമേ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഇതെന്താണെന്നറിയില്ല ഇതുപോലെ ഉണ്ടാവാത്തത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആണ് ഓർത്തത് ഇത് ന്യൂസിലാൻഡായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളെയൊക്കെ അറിയിക്കണം തോന്നി. ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമേ അവക്കാഡോ ഉണ്ടാവാനുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ കേട്ടോ. ഓക്കെ, ശരി.